പട്ടാമ്പി കീഴായൂരിൽ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ പട്ടാമ്പിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പട്ടാമ്പി ബ്രാഞ്ചിലേക്കാണ് വെള്ളിയാഴ്ച രാത്രി പ്രതിഷേധ മാർച്ച് നടന്നത്. പട്ടാമ്പി കീഴായൂർ സ്വദേശിനി കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ചികിത്സയിലിരിക്കെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പട്ടാമ്പി ശാഖയിലേക്കാണ് വെള്ളിയാഴ്ച രാത്രി പ്രതിഷേധ മാർച്ച് നടന്നത്. ബാങ്ക് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. ഡിസിസി സെക്രട്ടറി പി.കെ. ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ വീട് കണ്ടാൽ നമുക്കൊക്കെ അറിയാം, പാവപ്പെട്ട ആ സ്ത്രീ ആ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന പടം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പോയി അത് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അവർ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഇത് മാത്രമല്ല, എല്ലാ ബാങ്കിലെയും സ്ഥിതി ഇതാണ്. അവിടെ കളവും അതുപോലെ തന്നെ അഴിമതിയും ധൂർത്തും നടത്തി മാർക്സിസ്റ്റ് പാർട്ടി ഫണ്ട് പിരിവും ഒക്കെ ധൂർത്തും നടത്തുകയാണ്. എന്നാൽ ഇത്ര പാവപ്പെട്ടവരുടെ പണം പിരിച്ചാണ് ഇത് അവർ സ്വയം നടത്തുന്നത്. അവർക്ക് വേണ്ട സഹായം കൊടുക്കാതെ തീർച്ചയായും ഒരു വീട് ജപ്തി ചെയ്യരുത് എന്ന് ഓർഡർ ഉള്ളപ്പോൾ പോലും ജപ്തി ചെയ്ത് ആ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധം ഈ മുനിസിപ്പൽ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഇതിന് ജപ്തി നടപടികളുമായി ഷൊർണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു വീട്ടമ്മ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. 2015 ഷൊർണൂർ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപ എടുക്കുകയും തിരിച്ചടവ് മുടങ്ങുകയുമായിരുന്നു. പിന്നീട് കുടിശ്ശികയടക്കം 2022 കാലഘട്ടത്തിൽ 4.25 ലക്ഷം രൂപയായി. തുടർന്ന് ബാങ്ക് കോടതിയുടെ അനുമതിയോടുകൂടി ജപ്തി നടപടികൾ സ്വീകരിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആത്മഹത്യ. ജയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വടക്കഞ്ചേരി വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. NCV ന്യൂസ് തൃത്താല. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി.